നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന തത്തക്കുഞ്ഞിനെ കൊടുത്തിട്ട് വേറെ ഒരു തത്തക്കുഞ്ഞിനെ മേടിച്ചെന്ന് പറഞ്ഞില്ലേ, ഒറ്റ ദിവസം കൊണ്ട് അത് ഭയങ്കരമായിട്ട് എന്നോട് ഇണങ്ങി കേട്ടോ. ഇപ്പൊ എന്റെ അടുത്തൊന്നും മാറത്തേ ഇല്ല. അതൊരു ആശ്രയം കാണും പോലെ ഒന്നെങ്കിൽ ആ തോളത്തിരിക്കണം, അല്ലെങ്കിൽ തലയിലിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ കഷത്തിൽ ഇങ്ങനെ കയറിയിരിക്കണം. പമ്മി പേടിച്ച പോലെ അങ്ങനെ ഇരിക്കും. ഫുൾ ടൈം നമ്മൾ കൂടെ വേണം. ആ രീതിയിട്ട് ഭക്ഷണം ഹാൻഡ് ഫീഡാണ് കൊടുക്കുന്നത്. ഒരു കലക്കി കൊടുക്കുന്ന ഒരു സിറിഞ്ചിൽ അങ്ങനെ കലക്കി കൊടുക്കും. എന്നിട്ട് അത് കുടിക്കും. സമാധാനമായിട്ട് എനിക്ക് പേടി ഫീറൊന്നുമില്ല, വേറെ ഇങ്ങോട്ട് പോവില്ല. ആ രീതിക്ക് ഇങ്ങനെ. പിന്നെ പൂച്ചക്കുഞ്ഞൂടി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒത്തിരി ഇത് ഞാനപ്പോ കൂട്ടിലിട്ടേക്കുവാണ്. ഇടയ്ക്ക് ഇങ്ങനെ എടുക്കും. കൂട്ടി കിടക്കാൻ അതിന് ഒട്ടും ഇഷ്ടമില്ല, ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ. അപ്പൊ അതിന് ഞാനിങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഫുൾ ടൈം ഇങ്ങനെ നമ്മുടെ മുടിക്കകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും ഒളിച്ച് നമ്മുടെ മേത്ത് അങ്ങനെ ഇരിക്കുള്ളൂ. ഒന്നെങ്കിൽ മടിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങും. അങ്ങനെ ഫുൾ ടൈം ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് കൂട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്നില്ല. കൂട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെസ്, ഉറങ്ങുന്നൊന്നുമില്ല. അങ്ങനെ ഭയങ്കര ഇത്. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് നമ്മളോടൊന്ന് അറ്റാച്ച്ഡ് ആയി ഒറ്റ ദിവസം കൊണ്ടിട്ട്. ഭയങ്കര ഇത്. ഒന്നുകിൽ ഇവിടെ ഇങ്ങനെ കഷത്തിൽ ഇങ്ങനെ തല ഇങ്ങനെ പമ്മി വെച്ചിട്ട് കുടല് മാത്രം പുറത്ത് അങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഇരുന്ന് ശാന്തമായിട്ട് ഉറങ്ങും. അല്ലെങ്കിൽ ആ മുടിക്കകത്ത് ഇവിടെ എല്ലാം കൂടി ഈ തോളത്ത് കിക്കിളി കൊടുന്നു അവിടെ കയറി നിന്നിട്ട് ഉറങ്ങും. ഇല്ലെങ്കിൽ മടിയിൽ, അല്ലെങ്കിൽ നമ്മൾ കൂടുപോലെ നമ്മുടെ ഉടുപ്പെല്ലാം കൂടി ഇങ്ങനെ ചുറ്റിക്കൂട്ടി വെച്ച് കൊടുക്കുമ്പോൾ അതിനകത്ത് സുഖമായിട്ടിരുന്നിട്ട് അങ്ങനെ ഉറങ്ങുക. പാവം തോന്നും ഭയങ്കരമായിട്ട്. ഈ ലോകത്തില് എന്താ പറയാ, ഈ 135 കോടി മനുഷ്യരുടെ ഇടയ്ക്ക് ഇതിന് വേണമെങ്കിൽ പറക്കാമല്ലോ. നമ്മൾ ഹാളിൽ ഇവിടെയൊക്കെ ഇങ്ങനെ എല്ലാം പറക്കും. ഒന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത് തന്നെ വന്നിരിക്കും. അങ്ങനെ. അപ്പൊ വേണമെങ്കിൽ ഇതിന് പറന്ന് പോകാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പമ്മി പേടിച്ചിരിക്കാം. പക്ഷെ അത് എവിടെയും പോകാതെ അത് നമ്മളിൽ ആശ്രയം കാണുന്നത്. അപ്പൊ നമ്മുടെ മേത്ത് ചൂട് പറ്റി ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നമ്മളെ അത് ട്രസ്റ്റ് ചെയ്യുന്നേ. അങ്ങനെ ഭയങ്കര രസമാട്ടോ. ഭയങ്കര പാവം തോന്നും അങ്ങനെ. എന്നിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ കുറച്ച് വിശക്കുമ്പോൾ പതുക്കെ നമ്മളിങ്ങനെ കടിക്കാൻ നോക്കും. അങ്ങനെ ഒത്തിരി വേദന എടുക്കുന്നില്ല, അങ്ങനെ കടിക്കുന്നുണ്ട്. അത് അന്നേരത്തെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഫുഡ് കൊടുത്താൽ ആ സിറിഞ്ചിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുടിക്കും. വീണ്ടും അതിന് നമ്മുടെ മേത്ത് ഒന്ന് ജസ്റ്റ് എല്ലായിടത്തോടെ ഒന്ന് പറക്കും. എന്നിട്ട് വീണ്ടും അത് വന്നിട്ട് ഒന്നെങ്കിൽ എന്റെ തൊളയിൽ അല്ലെങ്കിൽ തലയിലിരിക്കുക, അല്ലെങ്കിൽ മടിയിൽ വന്നിരിക്കുക. എന്നിട്ട് കുറച്ചേരം ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കും പോലെ ഒച്ചയിങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പമ്മി ഉറങ്ങും. ശാന്തമായിട്ട് കിടന്ന് ഇങ്ങനെ പൂണ്ടിരിക്കാന്ന് പറയില്ല, അങ്ങനെ പൂണ്ടിരുന്നിട്ട് ഉറങ്ങും. എത്ര സമയം വേണേലും അങ്ങനെ കിടന്ന് ഉറങ്ങുക. അങ്ങനെ. ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയില്ല. കുഞ്ഞു പിള്ളേരെ പോലെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കൂല എന്നുള്ളത്. ഒത്തിരി എനിക്ക് അങ്ങോട്ട് ഹാളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഇതിനെ വെച്ചോണ്ട്. പൂച്ച എപ്പോ വേണേലും ഇതിനെ ചാടി കയറി പിടിക്കും. മിലോ ഇതിനെ എങ്ങനെയല്ലെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മിലോനെ പിടിക്കാൻ അയർ നടക്കുന്നത്. എങ്ങനെയാലും മിലോനെ ഇവിടുന്ന് പിടിച്ച് കൊല്ലണം എന്ന് ഓർത്താണ് ആ അയർ നടക്കുന്നത്. കാരണം പിന്നെ അവരുടെയൊക്കെ അമ്മയായ ഞാൻ ഇവരെയൊക്കെ കെയർ ചെയ്യുന്ന സ്നേഹിക്കുന്ന അവർക്ക് പരസ്പരം ഇഷ്ടമില്ല. എല്ലാം സെൽഫിഷാ, ഭയങ്കര ജലസ്, എല്ലാത്തിനും അങ്ങോട്ടും പൊസസീവ്നെസ്, അങ്ങേയറ്റം പൊസസീവ്നെസ്, എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അയറയ്ക്ക് മിലോനെ കൊല്ലണം, മിലോയ്ക്ക് ഇതിനെ കൊല്ലണം. അങ്ങനെ നടക്കും എല്ലാം കൂടി. നല്ല രസമാണ് ഇവിടുത്തെ കാര്യം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മള് രാവിലെ എണീറ്റുള്ളൂ. എണീറ്റിട്ട് നേരെ മിലോയ്ക്ക് ഞാൻ ഫുഡ് കൊടുത്തു. അതിനെ അവിടെ പുറത്താക്കി. എന്നിട്ട് ഇതിന് ഞാൻ ഹാൻഡ് ഫീഡ് കൊടുത്തു. അപ്പൊ ഇത് സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. ഒരു ദിവസം ഞാൻ ഹാളില് കൂട് തൂക്കിയിട്ടു. നമുക്ക് ഹാളിൽ വെക്കാൻ പറ്റില്ല കൂട്. അപ്പൊ ഞാൻ പുറത്ത് തന്നെ കൊണ്ടുപോകും. എന്നിട്ട് അതിലേക്ക് ഇതിനെ മാറ്റിയിട്ട് ഞാനിങ്ങനെ ഓടി നടത്ത് പണികളൊക്കെ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ആ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കപ്പയുണ്ട്. അപ്പൊ കപ്പ ചൂടാക്കി കഴിക്കാം, കളയണ്ടല്ലോ. പിന്നെ മീൻകറിയുടെ എൻഡുണ്ട്, അതും കൂടി ചൂടാക്കിയിട്ട് കഴിക്കാം. പിന്നെ ഇന്ന് നമുക്ക് നല്ലൊരു ചക്ക പഴുത്ത് നിൽപ്പുണ്ട്. പ്ലാവില നോക്കി നിൽക്കണേ, നല്ല തേൻ വരിക്കുക. അപ്പൊ അത് പഴുത്ത് നിൽപ്പുണ്ട്. അപ്പൊ അത് ഒട്ടും കളയാൻ പാടില്ല. അത് നമുക്ക് പറിച്ചിട്ട് അങ്ങനെ ചക്ക വരട്ടി ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് എടനയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നല്ല മഴയത്തൊക്കെ എടനയപ്പം ഉണ്ടാക്കി തിന്നെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് വഴറ്റി വെക്കണം. ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ അതാത് നേരം ചൂടാക്കി കഴിച്ചാൽ മതി. രാവിലെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. എന്നാലും നമുക്ക് കപ്പ രാവിലെ തിന്നാനൊരു മൂഡ്. അപ്പൊ കപ്പയും കട്ട ചായയാക്കാം. അപ്പൊ ആ കൂടെ എനിക്ക് വിശേഷം പറയാനുള്ളത്, ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു. അപ്പൊ ആ മെസ്സേജിലെ ഒരു പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതില് പിന്നെ നാത്തൂന്റെ ഇടപെടലുകൾ. അതായത് ഹസ്ബൻഡ് ഒരു നാർസിസ്റ്റ് ആണ്, കേട്ടിടത്തോളം കണ്ടിടത്തോളം ഒക്കെ. ഇപ്പൊ കുറെ നാളുകളായിട്ട് ആ കൊച്ചിനോട് സംസാരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ, എനിക്ക് ഫുൾ ഡീറ്റെയിൽ ഒന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന രീതി ജോലി ചെയ്യുന്ന ഒരു കൊച്ചാണ്. അപ്പൊ അങ്ങനെ അതുമല്ല 150 പവൻ കൊടുത്തിട്ടാണ്, സ്വർണം തന്നെ 150 പവൻ കൊടുത്തു, ബാക്കി 50 ലക്ഷം രൂപയും കൊടുത്തു, ബാക്കി കുറേ സംഗതികളല്ലാതെ സ്വത്തുക്കളും കൊടുത്തിട്ടാണ് അതിനെ കെട്ടിച്ചേക്കുന്നത്. എന്നിട്ട് അതിന്റെ അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയാ, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും മിടുക്കി ആയിട്ടുള്ള അവരുടെയൊക്കെ ഒരു അനുഭവം കേൾക്കുമ്പോൾ ഇങ്ങനെ കുറേ പേരുണ്ട് നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ നാർസിസ്റ്റുകൾ. അപ്പൊ പുറമേ കാണുമ്പോൾ ആർക്കും അത് മനസ്സിലാകത്തില്ല ഇവര് നാർസിസ്റ്റ് ആണ് എന്നുള്ളത്. പ്രത്യേകിച്ച് പുരുഷന്മാരിലാണ് അത് ഏറ്റവും കൂടുതൽ നാർസിസം കൂടുതൽ. സ്ത്രീകളിലും ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട് നാർസിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകൾ. അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന്. അപ്പൊ അത് പേഴ്സണൽ ആയിട്ട് എനിക്ക് മെസ്സേജ്, നിങ്ങളുടെ മെസ്സേജിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് വരുള്ളൂ.
അങ്ങനെയാണ്. ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പാണ് ഞാൻ ആക്കിയേക്കുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് മെസ്സേജ് ഇടാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ മെസ്സേജ് എല്ലാം എനിക്ക് പേഴ്സണലി ആണ് വരത്തുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ വാട്സപ്പ്. അപ്പൊ അതിന് ഇഷ്ടം പോലെ നിങ്ങൾക്കറിയാം, മേ ബി എനിക്കൊരു 28,000-30,000 കസ്റ്റമേഴ്സ് എങ്കിലും ഉണ്ട് എനിക്ക്. അപ്പൊ അവരിൽ ഒത്തിരി പേര് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാറ്. അപ്പൊ അതിലൊത്തിരി പേര് ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ എന്നോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അവർക്കൊരു ഇഷ്ടം തോന്നും, ട്രസ്റ്റ് തോന്നും, അപ്പൊ എന്നോട് പറഞ്ഞ ഒരു ആശ്വാസം കിട്ടുമെന്ന് തോന്നും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. പിന്നെ ഞാൻ സ്റ്റാഫ് നേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ, മെഡിക്കലി ഉള്ള കുറെ പ്രോബ്ലങ്ങളും കാര്യങ്ങളും, അപ്പൊ നമ്മൾ സൈക്കോളജി എല്ലാം പഠിക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ കൊച്ചു കുറെ നാളുകളായിട്ട് എന്നോട് സംസാരിക്കുന്നത് അങ്ങനെ. അപ്പം അതിനൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും നമ്മളിതെല്ലാം കേൾക്കും, സംസാരിക്കും, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള മട്ടിൽ നമ്മളിങ്ങനെ. അപ്പൊ അവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഇടയ്ക്ക് അന്വേഷിക്കും. അങ്ങനെ പോവാണ്, എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നാ കൊച്ചു പോവാണ്. അപ്പൊ അങ്ങനെ അത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഒത്തിരി പേര് ഇങ്ങനെ നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിക്കുന്നവരുണ്ട്, ഹസ്ബൻഡിന്റെ അടുത്തുനിന്നും വൈഫിന്റെ അടുത്തുനിന്നും ഒക്കെ. അങ്ങനെ പ്രത്യേകിച്ച് പുരുഷന്മാരിലാണിത്. ഇവരെ ഒരിക്കലും നമുക്ക് പുറമേ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവര് മോശപ്പെട്ടവരാണ്, ഇവർക്ക് ഇങ്ങനെ ഒരു ദുർഗുണം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവത്തേയില്ല. സമൂഹത്തിലൊക്കെ ഭയങ്കര നല്ലവരായിട്ട്, ഭയങ്കര എല്ലാവരെയും ഉപദേശിച്ച്, എല്ലാവരെയും കെയർ ചെയ്ത്, എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഭയങ്കര അഭിനയ കുലപതികളായിരിക്കും ഇവര്. പക്ഷെ ഇവരുടെ റിയൽ ലൈഫിൽ, ഇവരുടെ ഫാമിലി ലൈഫിൽ ഇവര് വേറെ ഒരു വ്യക്തിത്വമായിരിക്കും. അതായത് ഇപ്പൊ ഒരാളൊരു നാർസിസ്റ്റ് ആണെങ്കിൽ ആ ഫാമിലി എല്ലാവരോടും ഇവർ ക്രൂരത കാണിക്കത്തില്ല. അതിൽ ഒരാളെ ഇവർ സെലക്ട് ചെയ്യും. അതിൽ ഒന്നെങ്കിൽ ഭാര്യ ആയിരിക്കാം, അല്ലെങ്കിൽ മകനായിരിക്കാം, അല്ലെങ്കിൽ മകളായിരിക്കാം, അങ്ങനെ ആരെങ്കിലും ഒരാളെ, അല്ലെങ്കിൽ പിന്നെ ഭാര്യയുടെ വീട്ടുകാരിൽ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം അമ്മേനെ ആയിരിക്കാം, സ്വന്തം അപ്പനെ ആയിരിക്കാം, ആരെങ്കിലും ഒരാളെ ഇവര് ചൂസ് ചെയ്യും. ആ ഒരാളെ ജീവിതകാലം മുഴുവനും പീഡിപ്പിക്കും. ഇനിയിപ്പോ ജീവിതത്തിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് ഡിവോഴ്സ് ചെയ്ത് പോയാൽ ആ ഡിവോഴ്സ് ചെയ്യുന്നതിൽ കൂടി പീഡനം കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു രീതിക്ക് ഇവര് പീഡിപ്പിച്ച് രസിക്കുന്ന ഒരു മനോവൈകല്യമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാർസിസം എന്ന് പറയുന്നത്. ചെറുപ്പകാലങ്ങളിലൊക്കെ ഇവർക്ക് കേൾക്കുന്ന കുറെ പ്രോബ്ലങ്ങൾ കൊണ്ടാണ് അങ്ങനെ നാർസിസം ഇവരുടെ തലയിൽ ഉരുത്തിരിഞ്ഞ് ബ്രെയിനിലേക്ക് അങ്ങനെ ആവാഹിക്കപ്പെട്ടു പോകുന്നത്. ഒന്നെങ്കിൽ ദാരിദ്ര്യമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ പാരന്റ്സിന്റെ അടുത്ത് ആവശ്യത്തിന് കെയർ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ടാവും, വേദനിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുള്ള കുറെ ദുരനുഭവങ്ങളായിരിക്കും. അങ്ങനെ ഒരു ബാല്യകാലത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉള്ളവരാണ് ഈ ഒരു നാർസിസത്തിലേക്ക് പോകുന്നവര്. ഇപ്പൊ എന്തൊക്കെ ചുറ്റുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ പാരന്റ്സ് നമ്മൾ ചെറുപ്പത്തിൽ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള മക്കൾക്ക് നാർസിസം വരത്തില്ല. ഇത് പാരന്റ്സ് മിക്കപ്പോഴും ഇവരുടെ നീഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യും. അവർക്ക് ദാരിദ്ര്യവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ. അപ്പം ഇവരിങ്ങനെ ഒരു വല്ലാത്ത ഒരു ഒറ്റപ്പെട്ട് ചെറുപ്പത്തിൽ കിട്ടേണ്ട, അതായത് ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 8ാം മാസം മുതൽ പിന്നെ 7 വയസ്സ് വരെ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അവരുടെ ചുറ്റും, അതാണ് അവര് ഒരു പേഴ്സണായിട്ട് രൂപപ്പെടുമ്പം അവർക്ക് വൈകല്യം ഉണ്ടാവുമോ അല്ലെങ്കിൽ നോർമലായിട്ട് വളരുമോ എന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് 8ാം മാസം മുതൽ. അപ്പൊ മിക്കപ്പോഴും നമ്മൾ കാണുന്ന ഈ 8ാം മാസം മുതൽ ചിലപ്പം അമ്മമാര് പിരിഞ്ഞു പോകുന്നവരുണ്ടാവും. ഇപ്പൊ പിരിഞ്ഞു പോകുന്നവരൊന്നും തെറ്റ് ചെയ്യുന്നില്ല, പിരിഞ്ഞു പോയാൽ നമ്മൾ അതുപോലെ കെയർ ചെയ്യുക, അതുപോലെ ഒരാളെ സുരക്ഷിതമായിട്ട് നമ്മൾ ഏൽപ്പിക്കുക, എന്നിട്ട് എപ്പോഴും വിളിക്കുകയോ മിണ്ടുകയോ കാണുകയൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മുടെ പ്രസൻസ് വരുമ്പോൾ നമ്മൾ അവരെ ഒത്തിരി ടേക്ക് കെയർ ചെയ്ത്, അങ്ങനെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, പൊയ്ക്കവർക്കും അങ്ങനെയൊക്കെ പോകുന്നവർ ആ രീതിക്ക് ചെയ്യുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്നവർ ആ രീതിക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ഇതൊന്നും കിട്ടാതെ അവഗണനയും വഴക്കും പ്രശ്നങ്ങളും മാത്രം കിട്ടുന്ന മിക്ക പിള്ളേരും പക്ക നാർസിസ്റ്റ് ആവും. എന്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് നാർസിസ്റ്റിക് അബ്യൂസിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ജീവിതത്തിലെ പല ജീവിതത്തിലും അതുപോലെ തന്നെ ജോലി സ്ഥലത്തും വളർന്നു വരുന്ന സാഹചര്യങ്ങളിലും ഒക്കെ ഞാൻ നാർസിസ്റ്റിക് അബ്യൂസിന് വിധേയമായിട്ടുണ്ട്. അപ്പം എനിക്കറിയാം ഇവരുടെ ഒരു പാറ്റേൺ, ഇവരുടെ ഒരു രീതികൾ, ഇവരുടെ ഒരു കുടിലതയും ഒക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ നമുക്കത് നന്നായിട്ട് മനസ്സിലാവും. ഇത് എങ്ങോട്ടാണ് ഈ വള്ളം പോകുന്നത്, ഈ വഞ്ചി പോകുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇവരെന്താന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒത്തിരി നമ്മളങ്ങനെ അനുഭവിച്ച് വന്നേക്കുന്നുണ്ട്. അപ്പൊ ഈ കൊച്ചൊക്കെ അനുഭവിക്കുന്നതിന് അന്തവും കുന്തവും ഇല്ല. അങ്ങനെയാണ്. പെങ്ങളെന്ന് പറയുന്ന ഭയങ്കര ഒരു വിഷമാണ് ഈ ഒരു പെങ്കൊച്ചിന്റെ. അപ്പം പിന്നെ ഹസ്ബൻഡ് വൈഫിനെ ഒന്നിച്ച് കിടത്താൻ സമ്മതിക്കത്തില്ല, അവരെ നിലത്ത് കിടക്കണം. അതായത് ഇങ്ങനെ ഹിന്ദു കൊച്ച. അപ്പൊ പീരീഡ് ഒക്കെ ആവുമ്പോ പിന്നെ പീരീഡ് ആവുമ്പോ മാത്രമല്ല, അതായത് നല്ല കാശുള്ള വീട്ടിലാണ്, കാശുണ്ട്, പക്ഷെ ഹസ്ബൻഡ് അങ്ങനെ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകത്തില്ല. ഈ ഒരു വൈഫിന്റെ കാശും കൊണ്ടൊക്കെ തിന്നും കുടിച്ചും അങ്ങനെയൊക്കെ നീങ്ങി നടക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനെ ഉടായിപ്പായിട്ട് അങ്ങനെ ജീവിക്കും. അങ്ങനെ പെങ്ങള് അങ്ങ് സ്വന്തം വീട്ടിൽ ഇവിടെ വന്നിട്ട് അങ്ങ് അട്ടിപ്പേര് കിടക്കുകയാണ്.
ഈ നാത്തൂനെ ദ്രോഹിച്ച് ഇവർക്കൊരു ലൈഫ് ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിക്ക് അങ്ങനെ. അപ്പൊ അമ്മയും അപ്പനൊക്കെ വയ്യാതെ ആവുമ്പോ ഒക്കെ തീരെ വയ്യാതെ ആവുമ്പം ഈ സ്ത്രീ വന്നിട്ട് ഭയങ്കര ഭരണമാണ്, ഈ നാത്തു എന്ന് പറയുന്ന വിഷം. അപ്പൊ വന്നിട്ട് ഭയങ്കര ഭരണം. അപ്പം അമ്മേന്റെ കൂടെ കിടക്കും, അമ്മയ്ക്ക് കെയർ കൊടുക്കും. ഓക്കെ, അമ്മ ബെഡ്റൂട്ടാണ്, അമ്മേന്റെ കൂടെ കിടക്കണമെന്ന് നിർബന്ധിക്കും മരുമോളെ അമ്മേന്റെ കൂടെ കിടത്ത് കെയർ ചെയ്യണം അങ്ങനെ. അതായത് ഹസ്ബൻഡിന്റെ കൂടെ, അവളുടെ ഹസ്ബൻഡിന്റെ കൂടെ കിടക്കാൻ പാടില്ല, അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ. അപ്പൊ ഈ നാത്തുവിന്റെ ലൈഫിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഹസ്ബൻഡിനെ ഒരു ഹാഫ് ഉപേക്ഷിച്ച ഒരു മട്ടിലൊക്കെ ആയിട്ട് വന്നിട്ട് ഈ പാവം പെണ്ണും കൊച്ചിനെ ദ്രോഹിക്കാൻ വേണ്ടി അട്ടിപ്പേർ വന്നെടുക്കാം. മാത്രമല്ല ഈ പക്കാ നാർസിസ്റ്റ് ആയ ഒരു സ്ത്രീയാണ് അതും ഈ നാത്തു എന്ന് പറയുന്നത്. എല്ലാ സൈക്കോളജിസ്റ്റുകളും അതുപോലെ ഈ നാർസിസത്തിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടേഴ്സും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടെന്ന് വെച്ചാൽ ഒരു വീട്ടില്, അവരുടെ ആങ്ങളേനെ കണക്കാക്കുന്നത് മിക്കപ്പോഴും ഒരു മെന്റൽ ഹസ്ബൻഡ് ആയിട്ടായിരിക്കും. അതായത് സ്വന്തം ഹസ്ബൻഡ് മാത്രം പോരാ, ആങ്ങളെയും കൂടി ഒരു ഹസ്ബൻഡിന്റെ റോള് തന്നെ ചെയ്യണമെന്ന് അവർ വാശി പിടിക്കും എല്ലാ കാര്യത്തിലും. എനിക്കൊക്കെ അങ്ങനെ അറിയാവുന്ന ഒത്തിരി, എനിക്ക് പേഴ്സണലി പരിചയമുള്ള ഒരു സ്ത്രീ ഉണ്ട്, ഒരു UK സ്റ്റാഫ് നേഴ്സാണ്. ആ സ്ത്രീ ഇതേ നേച്ചറാണ്, ഈ കൊച്ചു പറഞ്ഞ അതേ നേച്ചറാണ് ആ സ്ത്രീക്കും. ഹസ്ബൻഡ് ഉണ്ട്, കുറെ പിള്ളേരും ഉണ്ട്, പക്ഷെ ആങ്ങളേനെ മെന്റൽ ഹസ്ബൻഡ് ആക്കി കൊണ്ടുനടക്കാണ്. അപ്പൊ ആ ഒരു രീതിക്ക്. എന്നിട്ട് നാത്തൂനെ കുറിച്ച് ഇതേ രീതിയിലുള്ള ഒരു കുടുംബത്തെ എനിക്ക് പേഴ്സണലി അറിയാം. ഇതേ രീതി തന്നെ നാത്തൂനെ കുറിച്ച് നിറച്ച് കുറ്റം പറഞ്ഞു കൊടുത്ത് എങ്ങനെയെങ്കിലും ആങ്ങളേനെ നാത്തൂനെ തമ്മിൽ ഡിവോഴ്സ് ആക്കിക്കുക, എന്നിട്ട് ആങ്ങളേനെ കൊണ്ടുപോവുക. ഇതാണ് ആ സ്ത്രീയുടെ, ഞാൻ പറഞ്ഞ പേഴ്സണലി എനിക്കറിയാവുന്ന ഒരു സ്ത്രീയുടെ ഉദ്ദേശം. അതേ പാറ്റേൺ ആണ്, അതേ രീതി തന്നെയാണ് ഈ പെങ്കൊച്ച് പറയുന്നത് കേട്ടിട്ട് ഇതിന്റെ നാത്തൂനും അതുപോലെ തന്നെ. സ്വന്തം ഭർത്താവുമായിട്ട് പിണങ്ങി അത് ഏകദേശം ഒരു ഡിവോഴ്സിന്റെ പക്കത്തായിട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് കെട്ടിപ്പെറുക്കി ഈ വീട്ടിലേക്ക് വന്നിട്ട് ഈ പെങ്കൊച്ചിനെ കൊല്ലാതെ കൊല്ലുവാണ്. അതിനൊരു സമാധാനവും സന്തോഷവും കൊടുക്കാതെ അങ്ങനെ. അപ്പം ഈ ഒരു സ്ത്രീധനെല്ലാം കൊടുത്തത് മേടിച്ചെടുത്തു. ആ കടം വീട്ടാനുണ്ട്, ഈ കടം വീട്ടാനുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കൊച്ചിന്റെ 190 പവനും പോയി, 50 ലക്ഷം രൂപ അതും മേടിച്ചെടുത്തു. എന്നിട്ട് ഒന്നും ഇല്ലാതെ ആക്കി വെച്ചിട്ട് ഇതിനെ പരമാവധി ദ്രോഹിക്കുക. പ്രഗ്നന്റ് ആവാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒത്തിരി പ്രോബ്ലങ്ങൾ. അങ്ങനെ നാത്തും സമ്മതിക്കത്തില്ല. അതാണ് ഈ നാർസിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളെല്ലാം അവരുടെ ആങ്ങളേനെ ഒരിക്കലും അവരുടെ നാത്തുവിനുമായിട്ട് ഒന്നിച്ചു കിടക്കാൻ സമ്മതിക്കത്തില്ല. അവർക്ക് കുശുമ്പാണ്, അസൂയാണ്, പക്ക കാള കൂടെ വിഷം എന്നൊക്കെ പറയത്തില്ല അങ്ങനെ. അപ്പൊ ഈ പെങ്കൊച്ച് കുറെ മെസ്സേജ് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറെ ഡിസ്കസ് ഒക്കെ ചെയ്ത് ആ വോയിസ് ഒക്കെ ഞാനിങ്ങനെ കേട്ടപ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്നത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാം. കുറെ അനുഭവങ്ങളും ഒക്കെ ഉണ്ട്, അതെല്ലാം പറയാം. അപ്പൊ ആദ്യം നമുക്ക് പോയിട്ട് നമുക്ക് ചായ വെക്കാം, ബ്ലാക്ക് ടീ വെക്കണം, നമ്മുടെ കപ്പ ചൂടാക്കണം, മീൻകറീനെ ബാക്കിയുണ്ട്, അതൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ഇത് കഴിക്കാം. ആ കൂടെ വിശേഷങ്ങളൊക്കെ പറയുകയും ചെയ്യാം. അപ്പൊ ഈ പാവത്തിന് ഞാൻ എടുത്ത് ഇതിനെ ഇവിടെ നോക്കുക, എന്റെ മുടിയിൽ ഇരിപ്പുണ്ടല്ലോ, ദേ ഇരിക്കുന്നുണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇതിനെ ഞാനിപ്പോ എനിക്ക് കിക്കിള് കൊടുന്നു. ഇതിനെ ഞാനിപ്പോ ഇവിടെ എടുത്ത് കൂട്ടിൽ വെച്ചിട്ട് ഇതിനെ ഞാൻ പുറത്തു കൊണ്ടുപോകും, കിക്കിള് കൊടുന്നു. അയ്യോ, എന്നിട്ട് ഇതിനെ ഇവിടെ വെക്കും. ഇത് പാവം, ഇത് നമ്മളിലാണ് ഇപ്പൊ ആശ്രയം കണ്ടെത്തുന്നത്. ഇത്രേ സ്ഥലമുണ്ട്, എവിടെയെങ്കിലും പോയിരിക്കാൻ മേലെ ഇരിക്കൂല. ഇത് പാവം ഇതിനിങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ മടിയിലിരിക്കും. മടിയിൽ എന്നിട്ട് ഇത് ഉറങ്ങണാണുമ്പോ പാവം തോന്നും. എങ്ങനെ കുഞ്ഞിതായിട്ട് വെറുക മുത്തേ. ഇതിനെ അറിയോന്ന് തന്നെയാട്ടോ പേരിട്ട് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നറിയാനോ കൊടുത്തു ഞാൻ കേട്ടോ. അത് ഒട്ടും ഇണങ്ങുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇതാണ് എനിക്ക് ഭയങ്കര പാവം തോന്നുന്നത്. അതിനിങ്ങനെ കൂട്ടി തന്നെ 24 മണിക്കൂർ കൂട്ടി തന്നെ ഇട്ടിട്ട് എന്തൊരു ജീവിതം. ഇത് കണ്ടോ, ഇതിന് ഫ്രീഡം ഉണ്ട്. ഇതിന് നമുക്കിങ്ങനെ അഴിച്ചു വിടാം. അപ്പൊ ഇതിനെ എല്ലായിടത്തോടെ പറക്കാം, നോക്കാം, എല്ലാം കാണാം അങ്ങനെ. അപ്പൊ അതിന് സങ്കടം വരത്തില്ലല്ലോ. പിന്നെ അതിന് നമ്മൾ എപ്പോഴും നല്ല ഫുഡ് കൊടുക്കും അങ്ങനെ. പിന്നെ നമ്മൾ അതിനെ ഒത്തിരി കെയർ ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ജീവിതമായല്ലോ അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ മറ്റേ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തത്. എനിക്കത് ഭയങ്കര വിഷമമാവുന്നു അങ്ങനെ കാണുമ്പോൾ. ആരെങ്കിലും കൊണ്ടുപോയിക്കട്ടെ, വല്ല വിശാലമായ കൂട്ടുള്ളവർ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ക്രൂരതൊക്കെ ചെയ്യേണ്ട കാണണ്ടല്ലോ, അങ്ങനെയാണ്. അപ്പൊ അതങ്ങനെയാണ്. ഇപ്പൊ മഴ ആയതുകൊണ്ട് മാത്രം ഞാൻ ഐറനെ ഡിയോണിനെ ഒത്തിരി സമയം അയച്ചു വിടാത്ത. അവർ വരാന്തേ കയറും. പിന്നെ നമ്മുടെ പറമ്പിക്കൂടെ ഓടിയാണ് ചെളിയാക്കും. ഐറയൊക്കെ നിറച്ച് ജർമ്മഷപ്പേടല്ലേ, ഫുൾ ഹെയർ അല്ലേ. അപ്പൊ ആ ഹെയർ മുഴുവൻ നനഞ്ഞ് ചെളിയാകുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഇൻഫെക്ഷൻ ഒക്കെ പിടിക്കും, മണമൊക്കെ പിടിക്കും. അതുകൊണ്ട് ഞാൻ അധികം ഈ മഴക്കാലത്ത് അധികം അയച്ചു കൊടുത്തില്ല. പക്ഷെ അവർക്ക് ഞാൻ വലിയ വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം അവർക്ക് ഇങ്ങനെ ഓടി നനയാത്ത സ്ഥലത്തോടെ ഇങ്ങനെ ഓടാം. കൂട് മുതൽ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് ഓടാം, നടക്കാം, അങ്ങനെ ആ രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതിനെ നമുക്ക് പതുക്കെ ഇവിടെ എടുത്തു വെച്ചിട്ട് എന്നെ പറയണേ, ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുക. എന്നെ പെയ്യണേ, ഇങ്ങ് വന്നേ. ഒയ്യോ, എന്റെ മുടി ദേണ്ടേ, ഇങ്ങ് വന്നേ. ഇവിടെ ഇരിക്കേ. എന്നാ പറയണേ, നമുക്ക് കപ്പയും മീനും തിന്നാൻ പോവാം. എന്നിട്ടൊക്കെ ചക്ക പറിക്കണം. കഷത്തിൽ ഇങ്ങനെ കേറിയിരിക്കും, തലയൊക്കെ പൂണ്ട് അങ്ങനെ ഇരിക്കും. അപ്പൊ അതിനെ സുരക്ഷിതത്വം തോന്നുന്നു.
എന്നാ പയ്യനെ, ഒരു ഹായ് പറ, ഒരു ഹായ് പറ, ഒരു ഹായ് പറ, ഒരു ഹായ് പറ. പാവല്ലേ ഒരു കുഞ്ഞു ജീവിയില്. എന്നാലും നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന നോക്ക്. കണ്ട അതിന് ഞൂണ്ട് ഞൂണ്ട് എവിടെ ഇരിക്കണം. അതിന് കിക്കിളി കൂടുന്നു. ആണ്ട എന്നെ മുടിക്കകത്ത് കയറി. അപ്പൊ ഞാൻ ഇതിനെ എടുത്ത് കൂട്ടി വെച്ചിട്ട് അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിട്ട് കേട്ടോ. എന്നിട്ട് കഴിച്ചിട്ട് നമുക്ക് വിശേഷമൊക്കെ പറയാം കേട്ടോ. അമ്മ പോയിട്ട് കപ്പിയും ഇനി ചൂടാക്കട്ടെ. അമ്മന്റെ റിയോ അല്ലയോ, അങ്ങോട്ട് പോലെ. ഇവിടെ ഇരിക്കേ, ഇവിടെ വിശേഷം പറ. ഇവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു, ഇവിടെ ഇരുന്നു. അമ്മ പോയിട്ട് കപ്പയും മീനും ചൂടാക്കി ഒരു ബ്ലാക്ക് ടീ ഒക്കെ വെച്ച് കഴിച്ചിട്ട് നമുക്ക് കുറേ പണിയുണ്ട്. ഇന്ന് കുറേ പണിയുണ്ട്. അങ്ങോട്ട് പോലെ, അങ്ങോട്ട് പോലെ, അങ്ങോട്ട് പോലെ. ഇവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്. അങ്ങോട്ട് പോലെ, ഇവിടെ നിൽക്ക്. അതിനവിടെ കയറി വിളിച്ചിരിക്കണം. ഞാൻ കൂട്ടി കൊണ്ടുവെക്കട്ടെ. കൂട്ടി കൊണ്ടുവെക്കട്ടെ. ഞാൻ കൂട്ടി കൊണ്ടുവെക്കട്ടെ. നല്ല ഫുഡ്. ഇത് തുടങ്ങിയുള്ളൂ. നമ്മള് ചെറിയ കുഞ്ഞാട്ടോ ഇത് വളർന്ന് തുടങ്ങിയുള്ളൂ. ചെറിയ കുഞ്ഞാട്ടോ ഇത്. ഇനി നല്ല ഫുഡൊക്കെ കൊടുത്ത് നമുക്ക് ആപ്പിളും ക്യാരറ്റൊക്കെ കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് മിക്സ് ആക്കി ഇങ്ങനെ മിക്സർ പോലെ ആക്കിയിട്ട് കൊടുത്തൊക്കെ ഇതിന് നല്ല കളർ വെപ്പിക്കണം. ഇനി ഇതിന്റെ വാലും ഒക്കെ നല്ല കളർ വെപ്പിക്കണം. നല്ല ഹെൽത്തി ഫുഡൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ. അപ്പൊ ഇത് കുഞ്ഞാട്ടോ, കുഞ്ഞാ. ഞാൻ സുന്ദരിയാക്കും. ഇതാണോ വേണമെന്ന് അറിയില്ല കേട്ടോ. ഓ, ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കേ. വലിയൊരു കണ്ണ്, ഭയങ്കര ഭംഗിയുള്ള വലിയ കണ്ണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാം നമുക്ക്. അമ്മേന്റെ പൊന്നേ, അമ്മേന്റെ പൊന്നേ, അമ്മേന്റെ പൊന്നേ. സത്യത്തിൽ പൂച്ചക്കുഞ്ഞിനെയും പശുക്കുഞ്ഞിനെയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സ്നേഹം കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതേപോലെയാണ്. അപ്പൊ നമ്മളുടെ കപ്പ ഇതുപോലെ നെയ്യ് ചേർത്തിട്ടാട്ടോ. നമ്മൾ ശുദ്ധമായ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. ആ നെയ്യാണ് അടിപൊളിയാണ്, ടേസ്റ്റിയാണ്. അപ്പൊ അത് പിന്നെ ഈ ചട്ടിയിൽ തീരാനാകുമ്പോൾ കറിക്ക് ഒരു ഭയങ്കര രുചിയാണല്ലേ. മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ നമ്മൾ ഏലക്കായ ഇടും, ചുക്കിടും, കറുവപ്പട്ട ഇടും, കുറച്ച് ഗ്രാമ്പൂ ഇടും, 1-2 ഗ്രാമ്പൂ. അങ്ങനെയാണ് നമ്മൾ കട്ടൻ ചായ വെക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് ഞാനിങ്ങനെ അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ മിന്റിന്റെ ഉണങ്ങി പൊടിച്ച ഇലകൾ ഉണ്ടാവും, പെപ്പർമിന്റിന്റെ. അത് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ വയറിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഗ്യാസ് പ്രോബ്ലം ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഒക്കെ നല്ലതാണ്. അപ്പൊ അതങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നല്ലൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് മീനും കൂട്ടി അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ടീയും കൂട്ടി അടിപൊളിയായിട്ട്. ഇത് ഞാൻ ഇരിക്കൊന്നും വേണ്ട കേട്ടോ. ആ പെപ്പർമിന്റ് നമുക്ക് കഴിക്കാം. അത് തീരെ നൈസായിട്ടുള്ള പൊടിയാണ്. അത് ഓക്കെ. ആ വെള്ളത്തിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങ് കുതിർന്നോളൂ. അപ്പൊ നമുക്ക് കഴിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല. തൊണ്ടയ്ക്ക് അങ്ങനെ വലിയ അരിയൊന്നും അല്ലല്ലോ. അങ്ങനെ എന്നിട്ട് നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടും കഴിക്കാം. ഇത് കണ്ട് ആവി വെറുക്കുന്ന ബ്ലാക്ക് ടീയും കപ്പയാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നണല്ലേ, കഴിക്കണം തോന്നണല്ലേ. അങ്ങനെയാണ്. അതുകൊണ്ട് രാവിലെ ചില ദിവസങ്ങൾ അങ്ങനെ ഒരു മൂടാ. ഇന്ന് എനിക്ക് രാവിലെ കപ്പ കഴിക്കണം തോന്നി. അങ്ങനെ അതിന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ ബനാനയിൽ ഒരെണ്ണം പുഴുങ്ങത്തിന് ഒരെണ്ണം അവനെ നിർബന്ധിച്ച് തീറ്റിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഡോഗ്സിനൊക്കെയുള്ള ഇത് മുട്ട പുഴുങ്ങാൻ വെച്ചു. നമുക്ക് ഇവിടെ എല്ലാം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പെപ്പർമിന്റ് കഴിക്കേണ്ട, അൺഈസിനെസ് ഒന്നും അങ്ങനെ കഴിക്കണം. ആൻസൈറ്റി തോന്നിയാൽ നമ്മൾ ലാവണ്ടർ ഫ്ലവർ ടീ ആണ് പിന്നെ ഉണ്ടാക്കി കഴിക്കേണ്ടത്. ഷുഗർ ഒന്നും ചേർക്കണ്ട കേട്ടോ. സ്ട്രെസ് തോന്നിയാൽ നമുക്ക് കമോമൈൽ ടീ ആണ് കഴിക്കേണ്ടത്. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ദിവസം തോന്നിയാൽ അന്നേരം നമ്മൾ ലെമൺ ഗ്രാസ് ഇട്ടിട്ട് ആ വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. പിന്നെ നമ്മൾ ഭയങ്കര ടയേർഡായ ഗ്രീൻ ടീ, അല്ലെങ്കിലും ഗ്രീൻ ടീ കുടിക്കുന്നത് ഒരു ദിവസം 1 ഗ്ലാസ് മാത്രം കേട്ടോ. അങ്ങനെ. പിന്നെ വല്ലാതെ നമുക്ക് BP കുറഞ്ഞെന്ന് തോന്നി ഷുഗർ ഇച്ചിരി കഴിക്കാൻ, അല്ലെങ്കിൽ കൽക്കണ്ടം, അങ്ങനെ ഇതൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതൊക്കെ കഴിക്കുന്ന ഇടയ്ക്ക് കേട്ടോ. ഷുഗറും കൽക്കണ്ടോ അല്ല, അല്ലാതെ പിന്നെ നമ്മൾ ഓരോന്നും. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നു. അശോക് എണീറ്റു. അവനെ നിർബന്ധിച്ച് ഞാൻ കപ്പയും മീനും കഴിച്ചു. അവന് രാവിലെ അതല്ല ഇഷ്ടം. എന്നാലും പിന്നെ കുറച്ചു നേരം മഴയൊക്കെ കണ്ട് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. നോക്കുമ്പം അവന് ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ ടൗണിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓക്കെ. അതിനു മുമ്പ് എനിക്ക് ഒത്തിരി ജോലികളുണ്ട്. ഞാനതൊക്കെ ചെയ്യാൻ പോവാണ്. മിലോ കൊച്ചിനെ ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ ഞങ്ങൾ മുറ്റത്തോട്ടും വരാന്തയിലൊക്കെ നമ്മളുള്ളപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ എടുത്തുകൊണ്ട് നടക്കും മുറ്റത്തോട്ടം വരാന്തേക്കടെ. ഇതിന് തന്നെ വിടാൻ പേടിയാ. ഡോഗ്സ് അങ്ങനെ ബെൽറ്റ് കഴിഞ്ഞ് പോന്നിട്ടുണ്ടെങ്കിൽ തീർത്ത് കളയും. നമുക്ക് പോലെ ഇതിനെ പിടിച്ചേർത്താൻ പറ്റൂല. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഭയങ്കര മിസ്സിംഗ് ആട്ടോ. ഇങ്ങനെ നിരങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്നാലും പക്ഷെ ഇവിടെ മുഴുവൻ നമ്മൾ കൊണ്ടു നടക്കുന്നത് നമ്മൾ എടുത്തുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അതതിന് പോരാ. അതിനിങ്ങനെ ഇറങ്ങി മേഞ്ഞു നടക്കണം. അങ്ങനെയാണ്. അങ്ങനെ ആലോചിച്ച് പിടിച്ച് നോക്കാം. ഓടിയാലോ എന്നൊക്കെ അത് ഇടയ്ക്ക് ചിന്തിക്കും. ഇടയ്ക്ക് ഓടും. എന്നിട്ട് കാറിന്റെ അടി പോയിരിക്കും. പിന്നെ നമ്മൾ അതിനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന പാട്. അങ്ങനെയാണ്. അവൻ പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ പോകും. അപ്പൊ ഞാൻ വേഗം ജോലികളൊക്കെ ചെയ്യട്ടെ. എനിക്ക് ഒത്തിരി ജോലികളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ. നല്ല മഴയാണ് കേട്ടോ. രാവിലെ ഭയങ്കര മഴ, നല്ല തണുപ്പ് അന്തരീക്ഷം കേട്ടോ. പക്ഷെ വീടിന്റെ ഉള്ളിൽ അത്ര തണുപ്പില്ല.
അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ചക്ക പറിച്ചിട്ട് വെട്ടണം. അതിന് വേണ്ടിയിട്ട് അവൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ചക്ക പറിച്ചു തരാന്ന് പറഞ്ഞു. അതിങ്ങനെ വിട്ട് നിൽക്കുമായിരുന്നു പഴുത്തിട്ടോ, അതിന്റെ പിന്നെ തണ്ടേന്ന് വിട്ട് നിൽക്കുമായിരുന്നു. ഭാഗ്യത്തിന് അത് ഞെരുങ്ങി നിൽക്കുന്നതുകൊണ്ട് താഴെ പോയില്ല. താഴെ പോയപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ നോക്കി നോക്കി എല്ലാ ദിവസവും ഞെക്കി പീച്ചിക്കൊണ്ടിരുന്നത്. അത് ഇങ്ങനെ വിട്ടുപോകുന്ന ഞാൻ ഓർത്തില്ല. ഇന്ന് രാവിലെയും കൂടി വന്ന് നോക്കിയപ്പോൾ വിട്ടിട്ടില്ല. ഇപ്പൊ നോക്കുമ്പോ അത് വിട്ടിരിക്കുക. പിന്നെ അവൻ അത് എടുത്ത് തന്നിട്ട് പോകാന്ന് ഓർത്ത് കൊണ്ട് അവന് പോകാൻ വേണ്ടി തുടങ്ങുക. അപ്പൊ എനിക്കത് അവൻ എടുത്തു തന്നു. ആ അരികെ കുറച്ച് ഞെങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൊ പക്ഷിക്കുഞ്ഞിന്റെ കൂടെ എല്ലാം ഞാൻ പുറത്ത് വെച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുത്തു വെച്ചു. മഴയത്ത് വെച്ചിട്ട് നല്ല മഴ പെയ്തായിരുന്നു. ഇനിയിപ്പോൾ ഇത് നമുക്ക് സേഫ് ആയിട്ട് മുകളിൽ എവിടെയെങ്കിലും, മുകളിലത്തെ ബാൽക്കണിയിൽ അതിനെ ഒത്തിരി തണുപ്പടിക്കാത്ത വിധത്തിൽ എവിടെയെങ്കിലും നമുക്ക് ഇന്ന് റെഡിയാക്കി വെക്കണം. ഇന്നലെ ഞാനിങ്ങനെ ഇവിടെ കിടത്തു ചെയ്ത ഹാളിലോട്ടോ, ഹാളിൽ തൂക്കിയിട്ടിട്ട് ചങ്ങലയൊക്കെ ഇട്ടിട്ട്, അത് ഞാൻ വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ടില്ലേ മില്ലോന്റെ, അതിന്റെ കൂടെ അത് അങ്ങനെ കാണിച്ച് അവിടെ നമുക്ക് സ്ഥിരം വെക്കാൻ പറ്റില്ല. നമുക്ക് ബാൽക്കണിയിലോ മുകളിൽ അവിടെ ബാക്ക് സൈഡിലൊക്കെ നമുക്ക് സ്പേസ് ഉണ്ട്. അവിടെ കുറച്ച് പ്രകൃതിയുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലും വെക്കാന്ന് ഓർത്തിട്ടാ നമ്മളധികം യൂസ് ചെയ്യാത്തൊരു ഏരിയ ഉണ്ട് പുറകിൽ അവിടെ. അപ്പൊ അങ്ങോട്ട് വെക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ പണികളെല്ലാം കുറേ കൊറിയർ കൊടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം കൊടുത്തു. ഒത്തിരി കസ്തൂരി മഞ്ഞളും ബോഡി മോയ്സ്ചറും അതുപോലെ നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇട്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഗുണം എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് എല്ലാവരും ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറേയൊക്കെ വിടാൻ പറ്റുന്ന അത്രയും വിട്ടിട്ടുണ്ട്. പഴയ കുറെ ഓർഡർ ഉണ്ടായിരുന്നു, അതൊക്കെ വിട്ടു. കുറച്ച് ചെടിയൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു ബാക്കിയെ. ഞാൻ ഷൂട്ട് ചെയ്തില്ലാന്നേ ഉള്ളൂ, അതെല്ലാം വിട്ടു. പിന്നെ നമ്മൾ കുറച്ച് വീട്ടുപണികളും കാര്യങ്ങളും, ചോറ് കറിയൊക്കെ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കിയല്ലോ, അങ്ങനെ സമയമെല്ലാം പോയി. നമ്മുടെ പരിപ്പുവടയെല്ലാം ഉണ്ടാക്കി അങ്ങനെ സമയമെല്ലാം പോയി. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം ഏകദേശം സന്ധ്യ ആവാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചടുപടവെന്ന് ചക്ക പറിച്ചിട്ട് അത് വേഗം ഒന്ന് വെട്ടി ഇവിടുന്ന് വെട്ടി മഴക്കാലമല്ലേ, അല്ലെങ്കിൽ നമ്മൾ മുറ്റത്തിരുന്ന് മുഴുവൻ നന്നാക്കി എടുക്കാമായിരുന്നു. ഇതിപ്പം മഴക്കാലമായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വെട്ടി മുറിച്ചിട്ട് നമ്മൾ ഇത് ചക്ക വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു കത്തി മേടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ഇച്ചിരി വിലയായി, 2800 അങ്ങനെ കണ്ടായി അത് മേടിച്ചപ്പോൾ. പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചക്ക വെട്ടാം. അതിനകത്ത് അങ്ങനെ വെട്ടി ചെറിയ കഷ്ണാക്കിയിട്ട് നമുക്ക് നേരെ അടുക്കളയിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ പാട്ടൊക്കെ കേട്ട് നന്നാക്കി എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. അങ്ങനെ വേവിച്ച് വഴറ്റി റെഡിയാക്കി വെക്കാം. വെള്ളവും ശർക്കരയും ജീരകം ഏലക്കായും ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ നേരത്തെ ഞാൻ ചേർക്കുള്ളൂ. നെയ്യ് ചേർത്തിട്ട് വഴറ്റി വെക്കും. നല്ല വേവിച്ചിട്ട് ഫ്രീസറിൽ വെക്കും. അങ്ങനെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അത്രയും ചെയ്യാം. ചക്കയൊക്കെ വെട്ടിക്കൊണ്ട് വരാം. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ചക്കയൊക്കെ വെട്ടുന്നത് ആ ഒരു കാറ് കിടക്കുന്നതിന്റെ അപ്പുറം അവിടെ ഒരു ചെറിയ സ്റ്റൂൾ കൊണ്ടിട്ടിട്ട്, അത് കൊരണ്ടി എന്ന് പറയുന്നത് നമുക്ക് പലകയുണ്ടല്ലോ, അത് കൊണ്ടിട്ടിട്ടാട്ടോ. പക്ഷെ ഇന്ന് അവിടെ മഴയൊക്കെ അല്ലേ, അവിടെ പറ്റത്തില്ല. അപ്പം ഞാൻ പിന്നെയുള്ളത് നമ്മൾ പച്ചക്കറിയൊക്കെ ഒരുക്കുന്നത് ഈ അരകല്ലിന്റെ അപ്പുറം ഒരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് കൺജസ്റ്റഡ്. എന്നാലും എനിക്ക് ഇരുന്ന് ഒരുക്കാനുള്ള ഇത് ഇട്ടിട്ടുണ്ട്, ചവിട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് പച്ച. പക്ഷെ ഇന്ന് അവിടെ പറ്റില്ല, ലൈറ്റ് ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാവും നമ്മൾ ഷൂട്ട് ചെയ്താൽ. അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങോട്ടേക്ക് കുറച്ച് നീക്കി വെക്കാം, നിങ്ങളെയും കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞേ, ഇതൊരു കൊടുവാളാണ് കേട്ടോ, കൊടുവാളെന്നൊക്കെ പറയാം. ഇത് അത്രയ്ക്ക് മൂർച്ച, തൊട്ടാ നമ്മുടെ കൈ കീറി പൊളന്നു പോകും, അത്രയ്ക്ക് മൂർച്ചയുള്ള സാധനം. ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ പറയുന്നത് എക്സാക്ട്ലി ഇതിനാണ്. അത്രയ്ക്ക് മൂർച്ചയുള്ള സാധനം ഇത് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഈ ചക്കയൊക്കെ മുറിക്കുന്നത് കേട്ടോ. നല്ല എളുപ്പമാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ കത്തിയും കൊണ്ട് ഭയങ്കര പാടല്ലേ. അപ്പൊ ഈ ഒരു മുറ ഞാൻ പുറത്തെ പണികൾക്കൊക്കെ എടുക്കുന്ന കേട്ടോ. ഇങ്ങനത്തെ നമ്മുടെ പച്ചക്കറികൾ ആദ്യമൊക്കെ മുറിക്കാനും നന്നാക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഇവിടെ തന്നെ വെച്ചേക്കുന്ന. അപ്പൊ ഇതിൽ വെച്ചിട്ട് നമുക്ക് 4 8 പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പൊ നമ്മളൊരു 8 പീസായിട്ട് നമ്മുടെ ചക്ക മുറിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നന്നാക്കി എടുക്കാം. സാധാരണ ഞാൻ ഇവിടെ മുറ്റത്ത് ഇരുന്നിട്ടൊക്കെ നന്നായിട്ട് നന്നാക്കിയിട്ട് അതിന്റെ ചവണിയും മടലൊക്കെ കൊണ്ട് കളയുക ചെയ്യുന്നത്. ഇന്ന് പക്ഷെ മഴ ആയതുകൊണ്ട് നമുക്ക് ഓടിയിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ മൊത്തം ഇരുന്ന് ചെയ്യണം. നമുക്ക് ഇവിടെ നിന്ന് മുറിച്ചിട്ട് കിച്ചണിയും കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാനത് എടുത്തുകൊണ്ട് മുറിക്കട്ടെ. വലിയ ഈ കത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലന്മാര് ഇങ്ങനെ റെഡിയാക്കി തരുന്ന ഊട്ടിയെടുക്കാന്ന് പറയില്ല, അങ്ങനെ ആക്കി എടുക്കുന്ന കത്തിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര മൂർച്ചയാണ്. തൊട്ടാ അങ്ങ് ഇതായി പോകും, എന്താ പൊളന്നു പോകും, അതുപോലെയുള്ളതാണ്. അപ്പൊ അത് നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് ലേഡീസിന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചക്ക പിന്നെ ഭയങ്കര വലുപ്പമായതുകൊണ്ട് അവരൊന്നും എടുത്ത് വെച്ച് തന്നേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാത്തേ ഉള്ളൂ. ഇങ്ങനെ ഇപ്പൊ ഈ ഒരു വലിയ മുറ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ ഷീറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട്, പിന്നെ മിറ്റത്താണെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെയാണ്. അപ്പം പിന്നെ ഞാനിവിടെ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണ്. അങ്ങനെ അടിപൊളിയാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് എണ്ണ പുരട്ടിയിട്ട് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഞാനങ്ങ് വെക്കും. അങ്ങനെയാണ്. ഇനി ഇതെല്ലാം നമുക്ക് മുറത്തിലേക്ക് ആക്കിയിട്ട് കൊട്ടയിലാക്കിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഉണ്ടാവുക. ഇവിടെ ഇത് ഭയങ്കര തണുപ്പ്, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ തിന്നുന്നുണ്ട് കേട്ടോ. നല്ല രുചിയുണ്ട് കേട്ടോ. ഈവൻ വെള്ളം കയറി ഇതായി പോയതാണെങ്കിലും തേൻ കരിക്കാണിത്. ലോകം മറന്നു കിടന്നെന്ന് പറഞ്ഞു. നിലയ്ക്ക് ഭയങ്കര ടീനേജ് പ്രോബ്ലം ഒക്കെ തുടങ്ങി. ഞാൻ സ്ത്രീ, എന്നെ ആവശ്യമില്ലാതെ തൊടരുത് അനാവശ്യമായിട്ട്. ഞാൻ വളർന്നു വരുന്നൊരു
അപ്പോൾ പുറത്ത് സന്ധ്യയാവാൻ തുടങ്ങി, തണുപ്പാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വെട്ടിയെടുത്തിട്ട് വന്നു. അല്ലെങ്കിൽ നമ്മൾ പുറത്തിരുന്ന സാധാരണ മൊത്തത്തിൽ ചെയ്തെടുക്കുന്നത് ചവണിയും ബാക്കി മടലും ഒക്കെ എന്നിട്ട് നമ്മുടെ കോഴി കൂട്ടിലേക്ക് കൊണ്ടിടും, അവിടെ കൊണ്ടിടും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് തണുക്കുന്നു, അങ്ങനെയൊക്കെ പുറത്ത് പറ്റൂല, മഴയൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇനി ഇത് നമ്മളൊന്ന് ചെത്തിയിട്ട് അതിന്റെ കൂഞ്ഞിലെന്ന് പറയും, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, മുകളിലുള്ള കൂഞ്ഞിൽ ചെത്തുക, അടിയും ഞാൻ ചെത്തും, അതിന്റെ മടലും ചെത്തും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിന്നെ അടർത്തിയെടുക്കാം. ഒരു ഒറ്റയെണ്ണം കളയാതെ ഞാൻ എടുത്ത് കഴുകിയിട്ട് പരത്തി വെക്കും പുറത്തിൽ. ഒരു ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി കിട്ടും. എന്നിട്ട് ഞാനത് നന്നാക്കും. അതിന്റെ കരിന്തൊലി മാത്രം, പുറമേ ഉള്ള തൊലിക്ക കരിന്തൊലി എന്ന് പറയുന്നത്, അത് മാത്രം റിമൂവ് ആക്കുക, പെട്ടെന്ന് റിമൂവ് കിട്ടും. അതിന്റെ ഉള്ളിലെ തൊലി നമ്മൾ കളയാതിരിക്കാൻ നല്ലതാണ്. മെറൂൺ അത് ഭയങ്കര പ്രയോജനമുള്ളത്, നമുക്ക് നല്ല വിറ്റാമിൻ മിനറലൊക്കെ കിട്ടുന്നത്. അപ്പൊ അതെന്നിട്ട് എല്ലാം നന്നാക്കിയിട്ട് ഞാൻ ഓരോ ബോക്സിൽ നിന്ന് കവറിലാക്കിയിട്ട് നേരെ ഫ്രീസറിൽ വെക്കും. എത്ര കാലം വേണേലും അങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്ക് വർഷകാലം വേനൽക്കാലം ഒക്കെ നമുക്ക് ആവശ്യത്തിന്, പുറത്ത് വെച്ചാൽ പൂത്ത് പോകും, കുറച്ച് ചക്കക്കുരു ഇങ്ങനെ നന്നായി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കാറി ചൊവയോ അങ്ങനെയാണ്. നന്നാക്കി ഫ്രീസറിലേക്ക് വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണേൽ അങ്ങനെ ഇരുന്നോളും, മരവിച്ച് അങ്ങനെ ഇരുന്നോളും. അപ്പൊ അങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുക ഞാൻ ചക്കക്കുരു. ഭയങ്കര ഇഷ്ടമായി ചക്കക്കുരു. മാങ്ങ അതുപോലെ പച്ചമാങ്ങയുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് മാങ്ങയും കുറെ ഫ്രീസറിൽ കയറ്റി വെക്കും. അങ്ങനെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതൊക്കെ നമുക്ക് കർക്കിടകത്തിലേക്കുള്ള പ്രിപ്പറേഷൻ, മഴക്കാലത്തേക്ക് കൊതി വരുമ്പോൾ കഴിക്കാനുള്ള പ്രിപ്പറേഷൻ. അപ്പൊ അങ്ങനെ. അപ്പൊ ഇന്നും ഇതിൽ ഒറ്റ കുരു ഞാൻ കളയില്ല, മൊത്തം കഴുകി മുറത്തിൽ വെച്ചിട്ട് ഉണങ്ങിയിട്ട് നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് അതിന്റെ കരിന്തരി കളഞ്ഞിട്ട് ഞാൻ ഫ്രീസറിൽ കയറ്റി വെക്കും. അങ്ങനെയാണ്. അപ്പൊ ഇത് മുഴുവൻ നമുക്കിപ്പോ നന്നാക്കി എടുക്കണം. ഇതിനെപ്പോഴും നല്ലത് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലിടുക. ഇപ്പൊ ഉരുളിയിലിട്ടാലും ചീനിച്ചട്ടിയിലിട്ടാലും മണ്ണിന്റെ പാത്രത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് അടി പിടിക്കും, പൊട്ടിത്തെറിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ ഇടുവാണെങ്കിൽ വളരെ സുഖമായിട്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. മീൻസ് വേവിച്ച് നന്നായിട്ട് അടി പിടിക്കാതെ. അപ്പൊ ഇത് ഇങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പൊ നമുക്ക് നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലേക്ക് അരച്ചിട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് നെയ്യും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ച് ഫ്രീസറിലാക്കണം. തണുത്ത് കഴിയുമ്പോൾ ഫ്രീസറിൽ എടുത്ത് വെക്കാം. അത്രയാണ് പ്രൊസീജിയർ. അപ്പൊ നമുക്ക് അത് ചെയ്യാം. ഇതാണ് അവസ്ഥ. എത്രയാണെങ്കിലും അതിൽ കുറെ നമ്മൾ തിന്നു തീർക്കും അല്ലേ. കഴുകാതെ തിന്നാൻ പറ്റിയ സാധനം ചക്ക, മാങ്ങയൊക്കെ ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ്. ഇത്രയും ഉണ്ടെങ്കിൽ ഇത് നന്നാക്കി വരുമ്പോൾ ഇതിൽ കുറെ ഞാൻ കഴിക്കും കേട്ടോ, കൊതി കാരണം. അങ്ങനെയാണ്. ഇത് കുറച്ച് വെള്ളം, മഴ ആയതുകൊണ്ട് കുറച്ച് വെള്ളം കയറിപ്പോയതുകൊണ്ട് ഇത് തേൻ ഇറ്റിറ്റ് വീഴുന്ന അത്രയും രുചിയുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഇച്ചിരി വെള്ളം കയറി നനഞ്ഞ് അങ്ങനെയല്ലേ ഇത് പഴുത്ത് കിട്ടിയേക്കണം. അതിൻ്റെതായ ഒരു രുചിക്കുറവുണ്ട്. എന്നാലും നല്ല വരിക്കുക. അപ്പൊ ഞാൻ മിക്സിയിൽ അരച്ചില്ല, അല്ലാതെ മുഴുവനായിട്ട് തന്നെ ഇട്ടു. എന്നിട്ട് ഈ ഒരു ഭാഗമായിട്ടുണ്ട്. ഇത് ആയിട്ടില്ല, ഇനിയും വേവണം. വെന്തിട്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഗീയും കൂടി ചേർക്കും. ഞാൻ കുറച്ച് ഗീ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇങ്ങനെ തന്നെ ഇരുന്ന് വെന്ത് ഇതുണ്ടോ, ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രമാണെങ്കിലും അടിയിൽ അങ്ങനെ പിടിക്കത്തില്ല. ഇച്ചിരി ക്ഷമയോടെ ഇതുപോലെ വരട്ടി നന്നാക്കി കുറച്ച് ഗീയും ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഏത് സമയത്ത് വേണം, എത്ര കാലം വേണേ ഇരിക്കും. അപ്പൊ ഞാൻ ഈ പാകത്തിലായപ്പോൾ ഞാൻ വാങ്ങിയിട്ടോ. നമുക്ക് സെയിൽ ചെയ്യാനുള്ള പർപ്പസ് അല്ലല്ലോ, നമ്മൾ ഫ്രീസറിൽ വെക്കുവാണല്ലോ, പ്രിസർവ് ചെയ്ത് വെക്കുവാണല്ലോ, വേറെ ഒന്നും ചേർക്കത്തില്ല. ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഡപ്പയിലാക്കിയിട്ട് എടുത്ത് വെക്കുവായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പാകമായാലും ഓക്കെ ആണ്. അല്ലെങ്കിൽ നമ്മൾ നല്ല മെറൂൺ കളർ ആവണ വരെ നമ്മൾ വഴറ്റി ആക്കണം സെയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ. അതല്ലല്ലോ നമ്മുടെ പർപ്പസ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇത്രയാകുമ്പോൾ നിർത്തും. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കട്ടെ. ഇവിടെ തുറന്നു വെച്ച് തന്നെ തണുപ്പിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കും. അതാണ് നമ്മുടെ ചക്കയുടെ ഫൈനൽ. അപ്പൊ ശരി കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. അപ്പം നമുക്ക് എനിക്കിനി ഇവിടെ കുറച്ച് പണികളുണ്ട്. മഴ തോർന്നു കഴിയുമ്പോൾ നാളത്തേന് ഇവിടെ ഭയങ്കരമായിട്ട് ഈ ചെടിയുടെ, ഇതൊരു ജപ്പാൻ ചെടി എന്നാണ് ഞാൻ ഇതിന് പേരിട്ടേക്കണം കേട്ടോ. ഒരു ഡ്രാഗണിന്റെ ഒക്കെ ഒരു ലുക്കില്ലേ, ജപ്പാനിലൊക്കെ കാണുന്ന ആ ഒരു ലുക്ക്. അപ്പൊ ഞാൻ ഇതിന്റെ പേരിട്ടു ജപ്പാൻ ഫ്ലവർ എന്ന്. അപ്പൊ ഇതിന്റെ ഈ ഭാഗത്തൊക്കെ കുറേ ഇങ്ങനെ എന്താ പറയാ ചീരകളെല്ലാം കൂടി മറിഞ്ഞു കിടക്കും. അതെല്ലാം വെട്ടി ശരിയാക്കിയാൽ ഇതിന്റെ ഉള്ളിലേക്ക് മുഴുവനും കുറേ പൂക്കൾ ഇതുപോലെ ഇതിന്റെ പൂവാൻ തോന്നുന്നു. ഇതിന്റെ വാഴ പോലെ ഒരു ചെടിയാണിത്, വിരിഞ്ഞിപ്പുണ്ട്. അപ്പൊ ഈ ഭാഗമൊക്കെ നാളെ എനിക്ക് ക്ലിയർ ആക്കണം. നാളെ കുറെ പണികൾ ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. പറ്റിയാൻ വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പൊ ശരി, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്. പ്രൊഡക്റ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരെ വാട്സപ്പിലേക്ക് പോരെ. ഇല്ലെങ്കിൽ നമ്മുടെ wonderhealth.in എന്ന് പറയുന്ന വെബ്സൈറ്റ് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പൊ ശരി, ടാറ്റാ.